ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ഫലൂദേൻ്റെ റെസിപ്പി ആയിട്ടാണ്. റോസ് മിൽക്കും അതുപോലെ റോസ് സിറപ്പും ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫലൂദയാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകാതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട് സോസ് പാന്. ഇതിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒന്ന് കുറുക്കിയെടുക്കുകയാണ് നമുക്ക് ഫസ്റ്റിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പതുക്കെ അങ്ങ് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഇളക്കിയിട്ട് വറ്റിച്ചെടുക്കുക. ഈ 1 കപ്പ് പാലിലോട്ട് നമുക്ക് സ്ട്രോബെറിയുടെ എസൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഒരു തുള്ളി ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഫലൂദയിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് റോസ് മിൽക്കാണ്. അപ്പോൾ ഇതിപ്പോൾ റോസ് മിൽക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് നമുക്ക് റോസ് സിറപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഫലൂദയിൽ റോസ് സിറപ്പ് എടുക്കുന്നേ ഇല്ല. അതിന് പകരമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയാസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ പാലിലോട്ട് സ്ട്രോബെറിയുടെ എസൻസ് ആണ്, അതൊരു 3 തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട്. അപ്പോൾ ആ ഒരു റോസ് മിൽക്കിൻ്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടും. തന്നെയുമല്ല, നല്ല ഫ്ലേവറായിട്ടുള്ള ഒരു മിൽക്ക് നമുക്ക്, സ്ട്രോബെറി മിൽക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മധുരം നമ്മൾ ഇതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതിയാവും. ഇതിവിടെ ഇപ്പോൾ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെച്ച പോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഒരു കുറുക്കായിട്ടുണ്ട്. ഇത് മതി. ഇനി ഒരുപാട് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇനി ഇവിടെ ഞാൻ സെയിം പാനിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേമിയ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സേമിയ ഉണ്ടാവും. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇനി പലർക്കും ഡൗട്ട് ഉണ്ടാവും, വറുത്ത സേമിയനാണോ വറുക്കാത്തതാണോ എന്ന്. ഞാൻ എടുത്തിരിക്കുന്നത് വറുത്തതാണ്, പക്ഷെ നമുക്ക് ആവശ്യം വറുക്കാത്തതാണ്. രണ്ടും വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ ഒന്നും കൂടെ നല്ലത് വറക്കാത്ത, നല്ല ഒന്നും കൂടി ഇതിലൊന്നും കൂടെ തിക്കായിട്ടുള്ള സേമിയനാണ് നല്ലത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് പെട്ടെന്ന് തന്നെ കുക്കാവും. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേനും അത് കുക്കായിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. സേമിയ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം, പച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കണേനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ പാല് ഇവിടെ ഓൾറെഡി തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ പോയ ശേഷം കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ഇത് രണ്ടും. ഇനി നമുക്ക് കുറച്ച് കസ്കസ് എടുത്തിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ കസ്കസ് ഏകദേശം 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുക്കാം നമുക്ക്. എന്നിട്ട് ഞാനിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് കുതിരാൻ കുറച്ച് സമയം മതി. ഒന്ന് കുതിരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആവുമ്പോഴത്തേനും നമുക്ക് ഏകദേശം എല്ലാ പ്രൊസീജിയേഴ്സും തീർന്നിട്ടുണ്ട്. അത് നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കുറച്ച് കസ്കസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ്സിലോട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കണില്ലേ. അപ്പോൾ കുറച്ച് കസ്കസ് മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് പാലൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റോസ് സിറപ്പ് വേണം, അതില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ ജെല്ലിയും ഇല്ല. ഇത് രണ്ടിനും പകരമായിട്ട് എടുത്തിരിക്കുന്നതാണ് ഇത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം, ഇതില്ലാതെയും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം തേൻ എടുത്താൽ മതി, ഹണി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് തുടങ്ങാം, ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ജാമാണ്. അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ജാമാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനും ചെയ്യണമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക്
ജാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്കസ്, നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സേമിയ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൂട്ട്സ് ചേർക്കാം. നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഫ്രൂട്ട്സിനൊപ്പം മാത്രം കേട്ടോ, അധികം ആവരുത്, ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഒരു ലേശം ഐസ്ക്രീം ഇതിൻ്റെ മുകളിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ വാനിലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഇട്ട ശേഷം നമുക്ക് ഈ ഐസ്ക്രീമിന് മുകളിലായിട്ട് ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. ഈ ഒരു ഐസ്ക്രീം ഇട്ടതിന് മുകളിലായിട്ട് ഒരു ഇത്തിരിയും കോൺഫ്ലേക്സ്, ഇത്രയും കാഷ്യൂസും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഒന്നുകൂടി അങ്ങ് റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഞാൻ ജാം ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കസ്കസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ കസ്കസ് നമ്മൾ 1 ടേബിൾ സ്പൂൺ അല്ലേ കുതിർത്തിയത്, അതിലൊരു 1/4 ഭാഗം അടിയിൽ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള 3/4 ഭാഗവും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള സേമിയ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് മതി, ഒരുപാടൊന്നും എനിക്കിഷ്ടമല്ല. ഒരു 3 ടേബിൾ സ്പൂൺ സേമിയ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫലൂദ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴമൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പഴമൊന്നും എടുത്തിട്ടില്ല. ഇത്രയും ചേർത്തിട്ടുണ്ട്. ഏകദേശം ഫുള്ളാവാനായി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാല് ചേർത്ത് വെക്കാം. പാല് മുഴുവനായിട്ട് വെക്കാം. കണ്ടാതിൻ്റെ അടിയിലോട്ട് പോകുന്നില്ല, കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഐസ്ക്രീം ഇട്ടുകൊണ്ട് തന്നെ അവിടെ നിൽക്കുക. അപ്പോൾ കറക്റ്റ് ഫുൾ പാലും എടുത്തു കേട്ടോ. മുഴുവൻ പാലും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം വെച്ചെടുക്കാം. ഒരുപാടായി കഴിഞ്ഞാൽ എന്നാലും അതിൻ്റെ ഒരു ഭംഗി, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഭംഗി കിട്ടും. അപ്പോൾ നമുക്കിനി ഇതാ കണ്ടോ, ഇനി ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിത് ഇടാൻ പറ്റില്ല, സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കാഷ്യൂസൊക്കെ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഐസ്ക്രീമിന് മുകളിലായിട്ട് തന്നെ അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പാലിലാവുമ്പോൾ അതങ്ങ് കുതിർന്ന് പോകും. ഐസ്ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണെങ്കിൽ അത് ആ ഒരു കടിക്കാനായിട്ട് കിട്ടും. അതാണ് അങ്ങനെ ഇടാൻ പറഞ്ഞത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ശേഷം മതി, കാരണം ഇനി വെച്ചത് ഒരുപാടായ പോകും. കുറച്ചുകൂടി ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിറഞ്ഞു പോകാൻ തുടങ്ങി. നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫലൂദ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.